പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഇന്ന് ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് വീണ്ടും ദൈവസന്നിധിയിലായിരിക്കും. സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്ന ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു പുതിയ പ്രഭാതം, ആയുസ്സിൽ കണ്ടിട്ടില്ലാത്തൊരു സുപ്രഭാതം കൂടെ കാണുവാൻ, ഒരു പുത്തൻ പുലരി കാണുവാൻ ദൈവമായ കർത്താവ് ആയുസ്സും ആരോഗ്യവും ബലവും ശക്തിയും തന്ന ദൈവനാമത്തിന് എല്ലാ മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ദൈവവചന ധ്യാന ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ ആധാരമായി ഒരു വേദവചനം വായിക്കുന്നു. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചുവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. ഹീബ്രൂസ് ചാപ്റ്റർ 12 വേഴ്സ് 3 പലപ്പോഴും വായിച്ചിട്ടുള്ള വചനമാണ്. ഈ വചനത്തിന്റെ തുടക്കം തൊട്ടറിയാം. ആകയാൽ സാക്ഷികൾ നമ്മുടെ തിരുവലിയൂർ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാവവും മുറുകെ പറ്റുന്ന ഭാവം വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ട സ്ഥിരതയോടെ ഓടുക. ഈ വാക്യം വായിക്കുമ്പോൾ തന്നെ നമുക്ക് അതിനകത്തെ പശ്ചാത്തലം മനസ്സിലാകും. താഴോട്ട് വായിക്കുമ്പോൾ പറയുന്നു, പാപികളാൽ ഇങ്ങനെയുള്ള ഉപദ്രവം നേരിട്ടവനെ സഹിച്ചുകൊള്ളുവിൻ. നിങ്ങളുടെ ഉള്ളിൽ ഹൃദയത്തിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ ഇങ്ങനെയുള്ള ഉപദ്രവം നേരിട്ടവനെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊള്ളുവിൻ. അപ്പോൾ ഇത് ക്ഷീണിക്കാനും മടുക്കാനുമുള്ള സാധ്യതയെക്കുറിച്ച് പറയുന്നുണ്ട്. 12-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ ചുറ്റുമുള്ള ഭാരവും പാപവും വിട്ട് ഓടുവാനും മുൻപോട്ടുള്ള നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ചും പറയുക. അതിൻ്റെ അടുത്ത വാക്യങ്ങളിൽ നമ്മുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്തിട്ട് അവൻ അപമാനം അലക്ഷ്യമാക്കി. വാക്കിങ്ങനെയാ: കാൽവരി ക്രൂശിൽ കർത്താവ് കിടക്കുന്നതും മുമ്പിൽ വെച്ചിരിക്കുന്ന വലിയ പ്രതിസന്ധി കണ്ടു. ആ പ്രതിസന്ധി കണ്ടിട്ട് ആ പ്രതിസന്ധിക്ക് ഗതസമന തോട്ടത്തിൽ വെച്ച് ആ പ്രതിസന്ധി കണ്ടു. ഒരു മനുഷ്യന്റെ ഉള്ളത്തിൽ നിന്ന് വരുന്ന രോമകൂപങ്ങളിൽ കൂടെ വിയർപ്പ് രക്തമായി മാറുന്നത് ഹൃദയം പൊട്ടുന്ന സാഹചര്യങ്ങളാണെന്ന് മെഡിക്കൽ സയൻസ് കേട്ടിട്ടുണ്ട്. ഗതസമന തോട്ടത്തിൽ വെച്ച് വിയർപ്പ് തുള്ളികൾ രക്തമായി അതേ പുറത്തേക്ക് വന്നു. അത്ര വേദന കണ്ടു. അവിടെ നിന്ന് യേശു കർത്താവ് ഒരു പ്രാർത്ഥന: കർത്താവേ, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് മാറ്റണം. ഇതാ പ്രാർത്ഥന. ആ പ്രാർത്ഥന പിന്നീട് എഴുതിയിട്ടുണ്ട്. ഉറച്ച നിലവിളിയോട് പ്രാർത്ഥിച്ച് പ്രാർത്ഥന കേട്ടു. പക്ഷെ ഈ പ്രാർത്ഥനയല്ല കേട്ടത്. അതിൻ്റെ 2-ാമത്തെ ഭാഗം: എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടമത്രേ. ആ വലിയ ദൗത്യത്തിന്റെ പാർട്ട് അന്ന് യേശു കർത്താവ് ഏറ്റെടുക്കുകയാണ്. അത് കഴിഞ്ഞ് മുമ്പിൽ ക്രൂശ് കാണുമ്പോൾ നാണയത്തുട്ടുകൾ പിടിച്ച് ആ താടി രോമങ്ങൾ പറിച്ചെടുക്കുമ്പോൾ കണ്ണുകെട്ടി ഇടിച്ചിട്ട് നീ ആരാണ് ഇടിച്ചതെന്ന് പ്രവചിക്കാമെന്ന് പറയുമ്പോൾ തുപ്പി പരിഹസിച്ച് യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പറഞ്ഞ് ഒരു നാടിന് രാജ്യത്തിന് മുഴുവൻ അപമാനമായി ക്രൂശിൽ ശാപമരത്തിൽ തൂങ്ങുമ്പോൾ അത് കാണുമ്പോൾ അത് അപമാനം. ആ വാക്കാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്രൂശിലെ സന്തോഷം ഓർത്തിട്ട്, മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്തിട്ട് അപമാനം അലക്ഷ്യമാക്കി. പുത്രൻ സഹിക്കുകയായിരുന്നു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചപ്പോൾ പിതാവിൻ്റെ ഏകമകനായ പുത്രൻ സഹിക്കുകയായിരുന്നു. സഹനശക്തിയോടെ അത് ഏറ്റെടുക്കുകയായിരുന്നു. മുമ്പിൽ വെച്ചിരിക്കുന്ന അപമാനം ഓർത്തിട്ട്, മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്തിട്ട് അവൻ അപമാനം അലക്ഷ്യമാക്കി. അതുകൊണ്ടാണ് ആ അധ്യായം തുടങ്ങുമ്പോൾ പറയുന്നത്, ആകയാൽ നാം സാക്ഷികൾ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ട സ്ഥിരതയോടെ ഓടുക. അതുകൊണ്ട് ഈ ഓട്ടത്തിനകത്ത് ക്ഷീണിക്കാൻ സാധ്യതയുണ്ട്. ഈ ഓട്ടത്തിനകത്ത് മടുത്തു പോകാൻ സാധ്യതയുണ്ട്. ഈ ഓട്ടത്തിനകത്ത് പലപ്പോഴും പിശാചി തന്ത്രങ്ങളോടെ വന്ന് നമ്മളെ ക്ഷീണിച്ചു മടിപ്പിക്കാൻ സാധ്യതയുണ്ട്. മുന്നോട്ട് പോകാൻ പറ്റാത്തതുപോലെ പിശാചി പരീക്ഷിച്ചതുപോലെ നമ്മുടെ ഭാഷയിൽ പറയാം, നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ, പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതിരിക്കുമ്പോൾ, നമ്മളെക്കാൾ മുമ്പിൽ പ്രാർത്ഥിക്കാത്തവർ മറുപടിയുമായിട്ട് പോകുമ്പോൾ, ഇത്ര നാളായിട്ട് നിനക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ, നമ്മുടെ സാഹചര്യങ്ങളെല്ലാം തകർന്നു, പ്രാർത്ഥിച്ചിട്ടും ഒന്നും നടക്കുന്നില്ലല്ലോ എന്ന് ഹൃദയത്തിനകത്ത് തോന്നുമ്പോൾ,
ഇനി മുന്നോട്ട് എന്ത് ചെയ്യുമെന്നൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുമ്പോൾ കുഞ്ഞെ, അവിടെയാണ് ഈ വാക്ക് പറയുന്നത്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ. പാപികളാൽ ഇങ്ങനെയുള്ള ഉപദ്രവം നേരിട്ടവനെ ഹൃദയത്തിൽ ധ്യാനിച്ചോളൂ. ചിലപ്പോൾ ഫിസിക്കലായിട്ട് ഒരു ഉപദ്രവം ഉണ്ടായില്ലെങ്കിലും മാനസികമായിട്ട് ടോർച്ചർ ചെയ്യപ്പെടാം, വ്യക്തിപരമായി ടോർച്ചർ ചെയ്യപ്പെടാം, ഹൃദയത്തിനകത്ത് വേദന കുമിഞ്ഞുകൂടാം. ഒരു വഴിയും കാണാതിരിക്കുമ്പോൾ, യോബിനെ പോലെ വേദനിപ്പിക്കുന്ന സ്നേഹിതന്മാർ വന്ന് കുത്തി നോവിക്കുമ്പോൾ, ദൈവമേ ഒരു വഴിയില്ലല്ലോ, എൻ്റെ തലമുറയ്ക്ക് ഒരു വഴിയില്ലല്ലോ, മുന്നോട്ട് പോകാൻ ഒരു ഇടമില്ലല്ലോ എന്ന് പൊട്ടിക്കരയേണ്ടി വരുമ്പോൾ, കുഞ്ഞേ, അതിൻ്റെ ഇടയിലാ ഈ വചനം നിന്നോട് പറയുന്നത്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ ഇങ്ങനെയുള്ള ഉപദ്രവം നേരിട്ടവനെ ഹൃദയത്തിൽ ധ്യാനിച്ചു കൊള്ളുവീൻ. മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്തിട്ട് അവൻ അപമാനം അലക്ഷ്യമാക്കി. ആ സന്തോഷമാ നിന്നെ ചേർത്ത് പിടിക്കുന്നത്. ഇന്നത്തെ സാഹചര്യമല്ല ഇത്, ദൈവം അറിഞ്ഞിട്ടാണെന്ന് മനസ്സിലാക്കി. മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്തിട്ട് അപമാനം അലക്ഷ്യമാക്കി. നിന്നെ രക്ഷിക്കാൻ, ഈ ലോകത്തിൽ മാത്രമല്ല നിന്നെ നിത്യതയിലെത്തിക്കാൻ, ഒന്ന് യേശു കർത്താവിനെ ഓർത്തേ അപമാനം അലക്ഷ്യമാക്കി. പൗലോസ് അപ്പോസ്തലനെ, പത്രോസ് അപ്പോസ്തലനെ ഓർത്തേ അപമാനം അലക്ഷ്യമാക്കി. കാലിലും കയ്യിലും ചെങ്ങലയിട്ട് ജയിലിൽ കിടക്കുമ്പോഴും സമാധാനത്തോടെ ഉറങ്ങുന്ന പത്രോസിനെ നോക്കിക്കേ. മരിച്ചു എന്ന് വിചാരിച്ച് അടി കൊടുത്ത് പൊക്കിയെടുത്ത് വേസ്റ്റ് കൂമ്പാരത്തിനകത്ത് കൊണ്ടിട്ട് ചത്തുപോയി എന്ന് വിചാരിച്ച് തിരിച്ചു കയറി പോകുമ്പോഴും അവിടുന്ന് എഴുതിയിട്ട് വരുന്ന പൗലോസിനെ നോക്കി. കാരാഗ്രഹത്തിനകത്ത് അടിച്ചു നീരുപൊങ്ങി ചോര ഒലിപ്പിച്ച് കിടക്കുന്ന ആ കയ്യിലും കാലിലും ചങ്ങലിടുമ്പോൾ പരാതിയല്ല, മറിച്ച് ആരാധനയാണ്. അവരൊക്കെ കണ്ട ഈ കർത്താവുണ്ടല്ലോ, മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്തിട്ട് അപമാനം അലക്ഷ്യമാക്കിയ കർത്താവിനെ. അത് കണ്ടപ്പോൾ അവർക്ക് അതേ ഈ വചനമുണ്ടല്ലോ, ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാൻ തോന്നപ്പോഴും പാപികളാൽ ഉപദ്രവം നേരിട്ട യേശു കർത്താവിനെ ഹൃദയത്തിൽ ധ്യാനിച്ചു. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഭാവികളാൽ ഉപദ്രവം നേരിട്ട യേശു കർത്താവിനെ ധ്യാനിക്കണം. ആ ധ്യാനത്തിൻ്റെ പ്രസക്ത ഭാഗം ആ ഉപദ്രവം നേരിട്ട് നിന്നെ രക്ഷിക്കാനായിരുന്നു, നിനക്ക് പകരമായിരുന്നു, നിന്നെ സ്വർഗരാജ്യത്തിലെത്തിക്കാനും നിന്നെ നിത്യതയിലെത്തിക്കാനായിരുന്നു, നിനക്ക് വേണ്ടി പങ്കപാടുകൾ ഏറ്റതാണെന്ന് മനസ്സിലാക്കുമ്പോൾ കുഞ്ഞേ, ഇന്ന് പ്രഭാതത്തിൽ പാപികളാൽ നിനക്ക് പകരമായി ഉപദ്രവം നേരിട്ട ഒരുവനുണ്ട്. നിനക്ക് വേണ്ടി ശാപമരത്തിൽ തൂങ്ങി ഒരുവനുണ്ട്. നിനക്ക് വേണ്ടി നിത്യതയിൽ കർത്താവിൻ്റെ ദൈവത്തിൻ്റെ വലതു ഭാഗത്തിൽ നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത ഒരുവനുണ്ട്. താൻ ഇരിക്കുന്നിടത്തിരുത്താൻ അവനെ ഒന്ന് ഹൃദയത്തിൽ ധ്യാനിച്ചേ. ഭാവികളാൽ ഇങ്ങനെയുള്ള ഉപദ്രവം നേരിട്ടവനെ ഹൃദയത്തിൽ ധ്യാനിക്കണം. എന്തിനാണെന്നറിയാമോ? നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ. ഈ പ്രഭാതത്തിൽ ഈ വചനം കേൾക്കുമ്പോൾ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ ആ ഉപദ്രവം നേരിട്ടവനെ ഹൃദയത്തിലൊന്ന് ധ്യാനിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പാദപീഠത്തിലേക്ക് അടുത്ത് വരുന്നു. ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പാപികളാൽ ഉപദ്രവം നേരിട്ട കർത്താവിനെ ഞങ്ങളുടെ ഉള്ളിൽ ധ്യാനിക്കുന്നു. ഹൃദയം ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ. ഞങ്ങളുടെ ഹൃദയം ക്ഷീണിച്ചു മടുക്കുമ്പോൾ ഭൂമിയുടെ അറ്റത്തു നിന്ന് ദാവീദിനെ പോലെ നിന്റെ കർത്താവെ വിളിക്കുന്നു. മനസ്സിലാക്കുന്നു, ആ പങ്കപ്പാടുകൾ സഹിച്ച് ഞങ്ങളുടെ പ്രിയൻ, ഞങ്ങളുടെ കർത്താവ് പിതാവിൻ്റെ വലത് ഭാഗത്ത് ഞങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ട് നന്ദി പറയുന്നു. തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ജനത്തെ അനുഗ്രഹിക്കുന്നപ്പാ. സ്വർഗം കൂടിരിക്കും. ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആ നാവിനായി സ്തോത്രം. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം കൂടി ഇരിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കർത്താവിന്റെ വിശാലമേറിയ ചിറകടിക്കുള്ളിൽ നമ്മളെ മറക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു സോ മച്ച്.